മഹാദേവൻ മാതാ അഞ്ജനയുടെ മുൻപിൽ ഒരു ഭിക്ഷുവിന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അതൊരു സാധാരണ ദർശനമായിരുന്നില്ല. ആ കഥയുടെ പിന്നിലെ ദിവ്യ രഹസ്യം. ഹനുമാൻ സ്വാമിയുടെ ജനനത്തിന് മുൻപ് നടന്ന മനോഹരമായ ഒരു കഥയാണിത്. വാനര രാജാവായ കേസരിയുടെയും അഞ്ജനാദേവിയുടെയും കൊട്ടാരത്തിൽ ഒരിക്കൽ ഒരു ഭിക്ഷാടകനെത്തി. അത് മറ്റാരുമായിരുന്നില്ല, ഭക്തയായ അഞ്ജനാദേവിയുടെ ഭക്തി പരീക്ഷിക്കാനും മാതാവിനെ അനുഗ്രഹിക്കാനുമായി വേഷം മാറി വന്ന സാക്ഷാൽ കൈലാസനാഥനായിരുന്നു. ആ കൊട്ടാരത്തിൽ മഹാദേവനെ ആരാധിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ അതീവ പവിത്രമായ ഒരു പീഠമുണ്ടായിരുന്നു. മഹാദേവന്റെ സാന്നിധ്യം സങ്കല്പിച്ചുകൊണ്ട് ആരും അവിടെ ഇരിക്കാറില്ലായിരുന്നു. എന്നാൽ ആ കൊട്ടാരത്തിൽ വന്ന ഭിക്ഷാടകൻ മാതാ അഞ്ജനയോട് ഭക്ഷണം ആവശ്യപ്പെടുകയും ആരും ഇരിക്കാൻ ധൈര്യപ്പെടാത്ത ആ പവിത്രമായ മഹാദേവന്റെ പീഠത്തിൽ പോയി ഇരിക്കുകയും ചെയ്തു. അതിഥി ദേവോ ഭവ എന്ന രീതിയിൽ അതിഥിയെ ആദരവോടെ സ്വീകരിച്ച മാതാ അഞ്ജന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകാൻ ആ ഭിക്ഷാടകനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത് കേട്ട ഭിക്ഷാടകൻ പെട്ടെന്ന് കോപാകുലനായി. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഉടൻ തന്നെ എനിക്ക് ഭക്ഷണം വിളമ്പുക എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. മഹാദേവന്റെ ആ ഇരിപ്പിടത്തിലിരിക്കുന്ന ആ അതിഥിയോട് ആദരവോടെ തന്നെ മാതാ അഞ്ജന ഭക്ഷണം വിളമ്പി. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അദ്ദേഹം വളരെ മോശമായാണ് പെരുമാറിയത്. ഭക്ഷണം നിലത്ത് തുപ്പിക്കൊണ്ട് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചപ്പാത്തികൾ വെന്തിട്ടില്ല, പായസത്തിനാണെങ്കിൽ മധുരവുമില്ല, ഇവിടെ ഉള്ളവർക്ക് പാചകം ചെയ്യാൻ പോലും അറിയില്ലല്ലോ. തുടർന്ന് അദ്ദേഹം അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഈ രുചിയില്ലാത്ത ഭക്ഷണം ഞാൻ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം ലഭിക്കും. എന്നാൽ സാക്ഷാൽ മഹാദേവൻ നേരിട്ടാണിത് കഴിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ ലഭിക്കുകയും ഇല്ലായിരുന്നു. അത്രയ്ക്ക് മോശമാണ് നിങ്ങളുടെ ഈ ഭക്ഷണം. താൻ പ്രാണന തുല്യം ഭക്തിയോടെ സ്നേഹിക്കുന്ന മഹാദേവനെ കുറിച്ച് ഇത്രയും അപമാനകരമായ വാക്കുകൾ കേട്ടപ്പോൾ മാതാ അഞ്ജനയുടെ ക്ഷമ നശിച്ചു. അവർ ദേഷ്യത്തോടെയും എന്നാൽ ഉറച്ച ശബ്ദത്തിലും പറഞ്ഞു, ഭക്ഷണം മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ സഹിക്കാം. പക്ഷേ എന്റെ മഹാദേവനെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി പറയരുത്. ഇനിയും എന്റെ ഭഗവാനെ അപമാനിച്ചാൽ എന്നേക്കാൾ മോശക്കാരിയായി വേറെ ആരും ഉണ്ടാവുകയില്ല. മാതാ അഞ്ജനയുടെ അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും കണ്ടപ്പോൾ മഹാദേവൻ അതീവ സന്തുഷ്ടനായി. ആ നിമിഷം തന്നെ അദ്ദേഹം തന്റെ ഭിക്ഷാടക വേഷം വെടിഞ്ഞ് തേജോമയമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മഹാദേവൻ മാതാ അഞ്ജനയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, പുത്രി, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. അധികം വൈകാതെ തന്നെ എന്റെ അംശമായി ഒരു പുത്രൻ നിന്റെ മകനായി ജനിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് മാതാ അഞ്ജനയെ അനുഗ്രഹിച്ച് മഹാദേവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അധികം വൈകാതെ തന്നെ പവൻ ദേവന്റെ സഹായത്താൽ മഹാദേവന്റെ അംശമായി ഹനുമാൻ സ്വാമി മാതാ അഞ്ജനയ്ക്ക് പുത്രനായി ജനിച്ചു. മഹാദേവന്റെ ലീലയുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്, ജയ് ബജ്രംഗ് ബലി.